ഐശ്വര്യലക്ഷ്മി ചോദ്യം ചോദിച്ചു പോകാൻ തയ്യാറായതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പാടില്ല, ഇവിടെ 1 മണി വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് കണ്ടിട്ടുള്ളത് അഭിനേത്രികളുണ്ട് സിനിമയിൽ, ഒരുപാടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്കും സ്ത്രീകളുടെ വരവുണ്ട്. ഡയറക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ്, DOPs, ഇതെല്ലാം ആണുങ്ങളുടെ കുത്തകയായി നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന മേഖലകളിലേക്കൊക്കെ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും സ്ത്രീകളെ വളരെ കുറവ് കാണുന്നത് സിനിമയുടെ പ്രൊഡക്ഷനിലും സിനിമയുടെ ബിസിനസ്സിലുമാണ്. എൻ്റെ ഇതുവരെയുള്ള ഈ 6 വർഷത്തെ കുറഞ്ഞ കാലയളവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തെന്നാൽ, ഇവിടെ സ്ത്രീകളുടെ ബിസിനസ് ആക്യുമെനും ഒരു പ്രാക്ടിക്കൽ സെൻസിനും വളരെയധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമയുടെ ബിസിനസ്. അത് ഒരു പേഴ്സണൽ ഗ്രോത്തിനും മേഖലയുടെ തന്നെ ഗ്രോത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. അതിനെപ്പറ്റി പഠിപ്പിക്കാനായിട്ടും, കാരണം ഞാൻ സിനിമ എന്ന മേഖല പഠിച്ചുകൊണ്ട് വന്ന ആളല്ല, ഇവിടെ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുകയാണ്. പക്ഷെ ഇതിനെപ്പറ്റി നമുക്ക് മുൻപ് തന്നെ ഒരു പഠനം സ്ത്രീകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ ഭയങ്കര സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിനും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, സ്ത്രീകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അതിലേക്ക് സർക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാമോ? ഐശ്വര്യലക്ഷ്മി ചോദ്യം ചോദിച്ചു പോകാൻ തയ്യാറായതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പാടില്ല, ഇവിടെ 1 മണി വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. അവരിരുന്നതിന് നന്ദി അത് കൂട്ടത്തിൽ ആദ്യം പറയട്ടെ. അത് പറയാനിടയായത്, കഴിഞ്ഞ നമ്മുടെ യോഗം യുവജനങ്ങളുടേതായിരുന്നു. ആ യോഗത്തിൽ ഈ ഐശ്വര്യലക്ഷ്മിയെ പോലെ തന്നെയുള്ള ചില സെലിബ്രിറ്റികൾ സ്റ്റേജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സ്ഥലം വിട്ടു. ഇപ്പം ഇരിക്കുന്നവരുടെ മാനസികാവസ്ഥ അപ്പോൾ ഒന്ന് വന്നു, ഞങ്ങൾക്കും പോകാലോ. മറ്റ് പരിപാടികൾ കാണാത്തതുപോലെ ആളുകൾ അപ്പോൾ എഴുന്നേറ്റ് പോകുന്ന നിലയുണ്ടായി. മേയർ അവിടുന്ന് കാണുന്നുണ്ടാവുമല്ലോ, അതല്ലേ ഒഴിഞ്ഞു പോയത്. അപ്പൊ ആ അനുഭവത്തിൽ നിന്ന് ആണ് ഞാൻ പറഞ്ഞത് ഐശ്വര്യയോട്, ഇങ്ങനെ പോകാതെ ഇവിടെ ഇരിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പൊ അവരിരുന്നതിന് പ്രത്യേകം നന്ദി. അവർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, എന്നിട്ടും അത് മാറ്റിവെച്ചാണ് ഇരുന്നത്. അവരുന്നയിച്ചൊരു കാര്യം, ഇവിടെ ഇപ്പോ നേരത്തെ സിനിമാ രംഗത്ത് പുരുഷന്മാർ മാത്രം ചെയ്ത രംഗങ്ങളിലെല്ലാം സ്ത്രീകൾ നല്ലതുപോലെ കടന്നു വരികയാണ്. പക്ഷെ അതിനുള്ള ചില പരിശീലനത്തിനുള്ള പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ വിദഗ്ധരുമായി ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമെ എന്ത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ആലോചിക്കാം, ആവശ്യമായ നടപടിയെടുക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നല്ല രീതിയിലുള്ള കരുതൽ സ്വീകരിച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. സംസ്ഥാനത്ത് ആ നിലയുണ്ട് എന്നുള്ളത് സംസാരിച്ചവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതും ഇടപെടേണ്ടതുമുണ്ടെങ്കിൽ നമുക്ക് ആ നിലപാട് സ്വീകരിച്ചു പോകാവുന്നതാണ്. ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്ത്രീ പങ്കാളിത്ത കുറവ്, അതിൽ നമ്മൾ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീ പങ്കാളിത്തം എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരികയാണ്. ഇതിപ്പോൾ ഏതാനും വർഷത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ മേഖലയിലും സ്വാഭാവികമായും സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സ്ത്രീ പങ്കാളിത്തം കൂടി വരികയാണ്. അപ്പൊ അതില് ലിംഗസമത്വം നല്ല നിലക്ക് നടപ്പാകുമ്പോൾ അതിന്റെ തുല്യതയുടെ ഭാഗമായിട്ട് തന്നെ എല്ലാ കുട്ടികളും എല്ലാ കോഴ്സിലും ചേരുന്ന അവസ്ഥ വരും. സ്വാഭാവികമായും ഈ രംഗത്തേക്കും നമ്മുടെ പെൺകുട്ടികൾ കടന്നു വരുന്ന അവസ്ഥയുണ്ടാകും. അതിന് പ്രോത്സാഹജനകമായ സമീപനം നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സർക്കാരിന്റെ ഭാഗത്ത് അതുണ്ടാവും.